സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജഗന്നിയന്താവായ നാഥന്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. കൂട്ടായിയെ സംബന്ധിച്ചിടത്തോളം കൂട്ടായി ഖാദിയുടെ സേവനം വളരെ വലുതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മഹല്ലിനെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഐക്യപ്പെടുത്തി കൊണ്ടുപോകാൻ കാലത്തിന്റെ മറുതീരത്തേക്ക് നമുക്ക് മുമ്പേ നടന്നുപോയ മൗലവി സാഹിബ് അശ്രാന്തമായി പരിശ്രമിച്ചിരുന്നു. ബഹുമാന്യനായ ഖാദിയുടെ അതേ മാർഗം അവലംബിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഖാദി PV അസീസ് മൗലവി ഈ മഹല്ലിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്രസക്ക് ഒരു കെട്ടിടം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും വളരെ അനിവാര്യമായിരിക്കുന്ന ചരിത്രസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പടയാളിക്ക് വാളും പരിചയം എന്നതുപോലെയാണ് ഒരു വിശ്വാസിക്ക് ആത്മീയമായ വിദ്യാഭ്യാസവും ഭൗതികമായ വിദ്യാഭ്യാസവും. ആ രണ്ടും ഇരു കൈകളിൽ ഏന്തുമ്പോഴാണ് അയാൾ ഒരു നല്ല പ്രബോധകനും വിശ്വാസിയും ഒക്കെയായി മാറുന്നത്. മദ്രസ വിദ്യാഭ്യാസം കേരളത്തിൽ മത സാമുദായിക ബന്ധങ്ങളുടെ ഊഷ്മളത ഊട്ടിയുറപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇന്ത്യയുടെ മറ്റിതര സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ചിട്ടയോടുകൂടി മദ്രസകൾ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവിടെയൊന്നും മതത്തിന്റെ, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ശരിയായ അർത്ഥതലങ്ങൾ എന്താണ്, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സമാധാനവും ശാന്തിയും ആസ്പദമാക്കിയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇതൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ തിക്തഫലമാണ് ഉത്തരേന്ത്യയിൽ പലപ്പോഴും ഉണ്ടാകാറുള്ള കലാപങ്ങളും സംഘർഷങ്ങളും. കേരളത്തിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് ശരിയായ മതബോധം പകർന്നു നൽകുന്നതിൽ മദ്രസകൾ വഹിച്ച പങ്ക് ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞതാണ്. അവിടെ വെച്ച് വ്യത്യസ്ത മതസമുദായങ്ങളുമായി ഒരു മുസ്ലിം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനം, ശാന്തി എന്നതാണ് എന്നിവയെല്ലാം പഠിപ്പിക്കപ്പെടുന്നു. അതോടെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു വിശ്വാസി എങ്ങനെയാണ് തന്റെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തേണ്ടത് എന്ന് ഒരാൾക്ക് അറിവ് ലഭിക്കുന്നു. ആ അറിവാണ് കേരളത്തിന്റെ മത സാമുദായിക സാംസ്കാരിക പൈതൃകത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ചത് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. കൂട്ടായി ഖാദിയുടെ രണ്ട് സ്വപ്നങ്ങൾ, അതിലൊന്ന് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ യാഥാർത്ഥ്യമായി എന്ന് അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. രണ്ടാമത്തെ സ്വപ്നമായിരുന്നു ഒരു മദ്രസ, ഒരു മതപണ്ഡിതൻ, ഒരു ആത്മീയ നേതാവ്, ഒരു ദേശത്തിന്റെ മത സാംസ്കാരിക ഉയർച്ച ആഗ്രഹിക്കുന്ന വ്യക്തി എന്താണോ സ്വപ്നം കാണേണ്ടത്, ആ സ്വപ്നമാണ് ബഹുമാന്യനായ മൺമറഞ്ഞുപോയ ഖാദി അവറുകൾ കണ്ടത്. ഒന്ന്, ഒരു പള്ളി, മനോഹരമായൊരു പള്ളി പണിത് അത് പൂർത്തിയാക്കി ജനങ്ങൾക്ക് അദ്ദേഹം ജീവിതകാലത്ത് സമർപ്പിച്ചു. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു ഒരു മദ്രസ, മതത്തിന്റെ, ദീനിന്റെ ശരിയായ ശോഭ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ മദ്രസകൾക്ക് വലിയ പങ്കുണ്ട്. അങ്ങനെ ഒരു ദീനീ വിദ്യാലയവും
പള്ളിയോടനുബന്ധമായി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായി ഇവിടെ ഇന്ന് തുറക്കപ്പെട്ടിരിക്കുകയും ജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ നല്ല മുഹൂർത്തത്തിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് തന്നെ, എല്ലാ വിഭാഗം ആളുകളും ഇവിടെ ഒത്തുകൂടിയത് തന്നെ ബഹുമാന്യനായ മൺമറഞ്ഞു പോയ ഖാദിയോട് എന്തുമാത്രം സ്നേഹമസൃണമായ ബന്ധമാണ് ഈ നാട്ടുകാർക്കുണ്ടായിരുന്നത് എന്നുള്ളതിന്റെ തെളിവാണ്. തീർച്ചയായും അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെ ഇനിയും ഈ ദിക്കുകാർക്ക്, ദേശക്കാർക്ക് മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുകയും ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.